ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസോസ് വേൾഡ്. നാസോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലോട്ടസൊക്കെ നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ താമരപ്പൂക്കാലം എത്തിയിട്ടുണ്ട്. താമരകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റുന്ന നല്ലൊരു ടൈമാണിപ്പോൾ. വാങ്ങി വെച്ച് ഒരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ബഡൊക്കെ വന്ന് തുടങ്ങും. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന വെറൈറ്റി ഡ്രോണയാണ്. നമുക്ക് ഒരുപാട് പൂക്കൾ ഇവിടെ കിട്ടിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഡ്രോണ. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഈ ഫ്ലവർ ഇപ്പോൾ ഒരു 2 ദിവസം ആയിട്ടുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പും പെറ്റൽ അറേഞ്ച്മെൻറ്റ്സും നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത വെറൈറ്റി യെല്ലോ ഗാർണറ്റാണ്. നമുക്ക് റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറാണിത്. ആദ്യത്തെ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെറ്റൽസിൻ്റെ എണ്ണത്തിലും അതുപോലെ വലിപ്പത്തിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും. അടുത്തടുത്ത ഫ്ലവറുകൾ വരുമ്പോഴാണ് നല്ല വലിയ പൂക്കളൊക്കെ കിട്ടി തുടങ്ങാം. സെൻറ്ററിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടി കയറി വരുന്നൊരു നല്ല ഒരു ലോട്ടസ് വെറൈറ്റിയാണ്. യെല്ലോ കളറാണ്. അടുത്ത വെറൈറ്റി ശ്വേതയാണ്. ശ്വേത ഞാൻ ഇതൊരു റണ്ണർ വെച്ച് പിടിപ്പിച്ചതായിരുന്നു. 2 സ്റ്റാൻഡിങ് ലീഫ് വന്നപ്പോൾ അതിൻ്റെ 2ൻ്റെ കൂടെയും ബഡുകളുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ശ്വേത. അടുത്തതായിട്ട് കാണുന്നത് സൂര്യമുഖിയാണ്. സൂര്യമുഖി നമുക്ക് റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറാണിത്. ചെറിയ പൂവാണ്. ഇത് ഒരുപാട് വലിയ പൂക്കളൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് സൂര്യമുഖി. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണ് ചെറുതായത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് എംബാപ്പയാണ്. എംബാപ്പെ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് എംബാപ്പെ. നമുക്ക് എല്ലാ സ്റ്റാൻഡിങ് ലീഫിലും ബഡുകളുണ്ട്. ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വന്ന് തുടങ്ങിയതാണ്. എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡുണ്ട്. അടുത്തത് ചന്ദ്രകാന്തയാണ്. ചന്ദ്രകാന്തയുടെയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ചന്ദ്രകാന്തയും. നമുക്കൊരു ഫ്ലവർ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ബഡുകളാണിതൊക്കെ. അടുത്തതായിട്ട് കാണുന്നത് ഗ്രീൻ റൈമാണ്. ഗ്രീൻ റൈം റിപ്പോർട്ടിങ്ങിന് ശേഷം ട്യൂബേഴ്സ് നട്ട് വെക്കാനുള്ള ടൈം കിട്ടിയില്ല. റണ്ണേഴ്സ് ഇട്ട് വെച്ച പോട്ടിൽ അങ്ങനെ തന്നെ കടന്ന് ബഡൊക്കെ വന്നതാണ്. നന്നായിട്ട് പൂക്കുന്നൊരു ഗ്രീൻ കളർ മൈക്രോ വെറൈറ്റി ലോട്ടസാണ്. കണ്ടില്ലേ, ചെറിയ പൂക്കളാണ്. ധാരാളം പൂക്കൾ ഒരേ സമയത്ത് കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഗ്രീൻ റൈം. നല്ല പച്ച കളർ ഫ്ലവറാണിതിന്. നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തതായിട്ട് കാണിക്കുന്നത് സ്നോബോളാണ്. സ്നോബോളും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ്. ഇത് നമുക്ക് കോയിൻ ലീഫിൽ തന്നെ ബഡ് തന്ന ഒരു വെറൈറ്റി ആയിരുന്നു. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് ബഡുകളുണ്ട്. ചെറിയ പ്ലാന്റാണ്. നമുക്ക് വെച്ചിട്ടിപ്പോൾ 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഒരുപാട് ബഡുകൾ കിട്ടി. ഇത് കണ്ടില്ലേ, നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് സ്നോബോൾ. ഒരു സൈഡിൽ റണ്ണർ ഓടിയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇത്രയും ബഡുകളൊക്കെ വന്നിട്ടുണ്ട്. സ്നോബോൾ ഞാനിവിടെ 2 പോട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ പോട്ട്. കുഞ്ഞി പൂക്കളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ബൗൾ വെറൈറ്റിയാണ്. ഒരല്പം കൂടി ഫ്ലവറിൻ്റെ വലിപ്പമൊക്കെ വെക്കും. പ്ലാന്റ് ചെറുതായതുകൊണ്ടാണ് നമുക്ക് ചെറിയ പൂക്കളുള്ളത്. ജസ്റ്റ് കോയിൻ ലീഫിൽ തന്നെ ബഡൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് സ്നോബോൾ. കണ്ടില്ലേ, ഇവിടെയും ബഡുകളുണ്ട്. അടുത്തത് വേറൊരു പോട്ടിൽ വെച്ചിട്ടുള്ള ശ്വേതയാണ്. ശ്വേത റിപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്കിതുവരെ അങ്ങനെ ട്യൂബേഴ്സൊന്നും കിട്ടിയിട്ടില്ല ശ്വേതയ്ക്ക്. ഇങ്ങനെ എപ്പോഴും ബഡുകളുണ്ടാവും. നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണുന്നത് വാനില കെച്ചപ്പാണ്. വാനില കെച്ചപ്പിൻ്റെ റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ബഡാണിത്. ഫസ്റ്റ് സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ തന്നെ ബഡുണ്ട്. ഇത് റാണി റെഡാണ്. റാണി റെഡ് നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വന്നിട്ടുണ്ട്. റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ ബഡാണ്. ഇത് നമോയാണ്. നമോ ഇതുപോലെ തന്നെ നമ്മൾ ട്യൂബർ നട്ട് വെച്ചിട്ടില്ല. ആ എടുത്ത പോട്ടിൽ തന്നെ അങ്ങനെ ഇട്ട റണ്ണറിന്ന് അങ്ങനെ ഓടിയിട്ടുണ്ടായ ഫ്ലവറുകളാണിത്. നല്ല കളറാണ് നമ്മളുടെ ഫ്ലവർ. ഇത് AW7 വൈറ്റിൻ്റെ ഒരു ബഡാണ്. വെയിൽ കാരണം, വെയിലും മഴയും മാറി മാറി വന്നത് കാരണം കരിഞ്ഞു പോയിട്ടുണ്ട്. ഈ കാണുന്നത് ഇവാനിയാണ്. ഇവാനിയ ഒരു അടിപൊളി ലോട്ടസ് വെറൈറ്റിയാണ്. നമുക്ക് മറ്റുള്ള താമരകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ കളറും അതേപോലെ പെറ്റൽസിൻ്റെ ഷേപ്പൊക്കെ
വളരെയധികം വ്യത്യാസമുണ്ട് മറ്റുള്ള താമരകളിൽ നിന്നിട്ട്. നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. നല്ലൊരു സൂപ്പർ വെറൈറ്റി, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണിത്. അതുകൊണ്ടില്ലേ നല്ലൊരു ബേബി പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് വരുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് കാദംബരിയാണ്. കാദംബരിയിൽ നമുക്ക് റിപ്പോർട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ബഡ്ഡുകൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുഞ്ഞ് സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡ്ഡുണ്ട്. ഇവിടെയും ബഡ്ഡുകൾ ഒരു ആറോ ഏഴോ ബഡ്ഡുകൾ നമുക്കിപ്പോൾ തന്നെ ഉണ്ട്. നന്നായിട്ട് പൂക്കുന്ന ഒരു അടിപൊളി ലോട്ടസ് വെറൈറ്റിയാണ് കാദംബരി. ഈ കാണുന്നത് ഞാൻ ഐഡിയ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റീസിൻ്റെ ബഡ്ഡുകളാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ട്യൂബർ വെച്ചിട്ട് ഒരു സൈഡിൽ റണ്ണർ ഓടിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലവർ വിരിയുമ്പോൾ നോക്കാം ഏത് വെറൈറ്റി ആണെന്നുള്ളത്. ഏതോ ഒരു ബൗൾ വെറൈറ്റി ആണെന്നാണ് ബഡ് കണ്ടിട്ട് തോന്നുന്നത്. അടുത്ത വെറൈറ്റി ശിവരാത്രി എന്നൊരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് പുറത്തുനിന്നുള്ള ഒരു വെറൈറ്റിയാണ്. സോംനാഥ് പാലിൻ്റെ ഒരു ഹൈബ്രിഡാണ്. അത്യാവശ്യം റേറ്റുള്ളൊരു വെറൈറ്റി ആയിരുന്നു. ഇത് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ നമുക്ക് ബഡ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിലുള്ള വ്യത്യാസം കാരണം ബഡ് രണ്ടും കരിഞ്ഞു പോയിട്ടുണ്ട്. വേറെ ബഡുകളൊന്നും കാണുന്നില്ല. ഫ്ലവറൊക്കെ ആകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തത് മാജിക് വൈറ്റിൻ്റെ പോട്ടാണ് കാണിക്കുന്നത്. മാജിക് വൈറ്റും നമുക്ക് എല്ലാ കാലാവസ്ഥയിലും പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഡോർമൻസി ടൈമിൽ പോലും ഫ്ലവർ തന്ന ഒരു വെറൈറ്റിയാണ്. അഭിലാഷ് വിയാറിൻ്റെ നല്ലൊരു ഹൈബ്രിഡാണ്. ഇനിയും ധാരാളം മുട്ടകളുണ്ട്, ഒരുപാട് പൂക്കൾ കിട്ടി. കഴിഞ്ഞ സീസണിലും നമുക്ക് നന്നായിട്ട് പൂത്തൊരു വെറൈറ്റി ആയിരുന്നു. ഈ കാണുന്നത് കിവിയുടെ ബഡാണ്. കിവി നമുക്ക് ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ നിന്ന് പൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ട്യൂബേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അടുത്തതായിട്ട് കാണിക്കുന്നത് വജ്രയാണ്. വജ്രയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അതുപോലെ അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു വെറൈറ്റി കൂടിയാണ് വജ്ര. ഇതല്ലേ, ഇവിടെയൊക്കെ ബഡുകളുണ്ട്. വജ്രയൊക്കെ വാങ്ങി വെച്ചാൽ നിങ്ങൾക്കൊരു 2 ആഴ്ച കൊണ്ട് തന്നെ ബഡൊക്കെ വന്ന് തുടങ്ങും. വജ്ര അത്യാവശ്യം 500ൻ്റെ മുകളിലൊക്കെ റേറ്റ് വരുന്നൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഭീമാണ്. ഭീമിലും നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വന്നിട്ടുണ്ട്. ഈ ലീഫിൻ്റെ അടിയിലും ബഡുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഭീമിൻ്റേത്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു മൈക്രോ വെറൈറ്റിയാണ്. പക്ഷേ അതിൻ്റെ ബഡ് കരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഫ്ലവർ ഏതാണെന്നുള്ളത് അറിയില്ല. ഈ കാണുന്നത് കുടമുല്ലയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.